വർണ്ണ സ്വപ്നങ്ങൾ നെയ്യുന്നു. ഇന്ന് അവൾ ലൈറ്റ് ആണോ? ആ അമൽ സാറിന്റെ വഴക്ക് കേൾക്കാതെ ഒരു ദിവസം പോലും ക്ലാസ്സിൽ കയറാൻ എനിക്ക് യോഗമില്ല. ഇന്നാണ് അർപ്പിത ലൈറ്റാ. എങ്ങനെ ലൈറ്റ് ആവാതിരിക്കും? ഇന്നലെ കുടിച്ചിട്ട് ബോധമില്ലാതല്ലേ ഇവിടുന്ന് പോയെ. എന്നാലും ഇന്നലെ ഞാൻ അവനെ ഇത് തലേന്ന് പോകുന്നില്ലല്ലോ. അയ്യോ അറിയാതെ സംഭവിച്ചതല്ലേ. ദൈവമേ, നീ അവനെ തന്നെ ഓർക്കുന്നുണ്ടാവോ? ഞാൻ ഇനി അവന്റെ മുഖത്ത് എങ്ങനെ നോക്കും? അത് ഞാനാ ചെയ്തു. അവനല്ലേ ബോധമില്ലാതെ ഓരോന്ന് കാട്ടിക്കൂട്ടിയെ. ആരെ കുറിച്ച് പറയുന്നേ? ദൈവമേ, ഇവൻ വരാൻ കേട്ടു കാണോ? ഗായു. ആരുമില്ല. നീയല്ലേ പറഞ്ഞ ആരോ ബോധമില്ലാതെ എന്തോ കാണിച്ചെന്ന്? അതൊന്നുമില്ല. അല്ല, നിനക്ക് ഇന്നലെ നടന്നത് വല്ല ഓർമ്മയുണ്ടോ? അത് പറഞ്ഞപ്പോഴാ. ഇന്നലെ ഞാൻ എപ്പോഴാ ഹോസ്റ്റലിൽ പോയെ? ഒന്നും ഓർമ്മയില്ല. രാവിലെ ഏറ്റവും തൊട്ട് തല പൊട്ടുന്ന വേദനയാ. അപ്പൊ ഇന്നലെ നടന്നതെന്ന് നിനക്ക് ഓർമ്മയില്ല? ഇല്ല. എന്താ ഉണ്ടായേ? എന്താ? നീ ഈ പ്രായത്തിൽ കുടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കുടിക്കാനോ? എന്ത്? നീ കൂടുതൽ അഭിനയിക്കല്ലേ? നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പൊട്ടിയല്ല. ഇന്നലെ കുടിച്ചിട്ട് ബോധമില്ലാതെ ഇവിടെ കൂടെ നടന്നിട്ട് ഞാൻ ആദ്യം കണ്ടത് നന്നായി. അല്ലാതെ കുടിച്ച് കോളേജിൽ വന്നതിലും മിനിമം ഒരു സസ്പെൻഷൻ എങ്കിലും കിട്ടിയാലേ നിനക്ക്. ഇതൊക്കെ എപ്പം? അതിന് ഞാനൊന്നും കുടിച്ചിട്ടില്ല. ഇനിയൊന്നും പറയണ്ട ഗായു, നീ ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കരുത്. ഞാനൊന്നും കുടിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല. പിന്നെ തൊടാഞ്ഞിട്ടാണല്ലോ ഇന്നലെ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയെ. ഞാൻ അതിന് മാത്രം എന്താ ചെയ്തേ? നീ എന്താ ചെയ്തേന്നോ? ഇന്നലെ കുടിച്ച് ബോധമില്ലാതെ കിടക്കുമായിരുന്നു. പിന്നെ രാഹുലേട്ടനാ നിന്നെ ഹോസ്റ്റലിൽ എത്തിച്ചേ. എന്നാലും അഭിയേട്ടൻ അവളെ പ്രപ്പോസ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. കൂടെ പേരായി പാടി പാടി അവസാനം അഭിയേട്ടനെ അവളുടെ പാട്ടിലാക്കി. എന്താ കാര്യം? വാ പോയി ചോദിക്കാം. അത് വേണോ? നീ വാ. അതെ, നിങ്ങൾ ആരുടെ കാര്യം പറയുന്നേ? അഭിയേട്ടന്റെയും ദക്ഷയുടെയും കാര്യം. അവരുടെ എന്ത് കാര്യം? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? 24 hours അവളുടെ പുറകെ നടക്കുന്നതാണല്ലോ. എന്തു പറ്റി? ഇക്കാര്യം മാത്രം കൂട്ടുകാരി പറഞ്ഞില്ലേ? എന്തായാലും അവള് കൊള്ളാം. പുളിങ്കമ്പ് കയറിയല്ലേ പിടിച്ചത്. ഹിസ് ഹാൻസം, ടാലന്റഡ്. പോരാത്തന്നെ പുള്ളിക്കാരന്റെ അച്ഛൻ നല്ല റിച്ചുമാണ്. വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കരുത്. അവൾക്ക് അതിന്റെ ആവശ്യമില്ല. ഇല്ലാഞ്ഞിട്ടാണോ ഇന്നലെ അവൾ അഭിയേട്ടന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തത്? പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തെന്നോ? എപ്പോ? ഇന്നലെ പ്രോഗ്രാംസ് ഒക്കെ തീർന്നപ്പോൾ സ്റ്റേജിന്റെ ബാക്ക് സൈഡിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അഭിയേട്ടൻ ദക്ഷ പ്രപ്പോസ് ചെയ്തു. ദക്ഷ, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു.
ഡി ശരിക്കും അവൾ അക്സെപ്റ്റ് ചെയ്തോ? ചെയ്തെന്നല്ലേ അവർ പറഞ്ഞേ. എന്നാലും അവൾക്ക് അഭിയേട്ടനെ ഇഷ്ടമായിരുന്നോ? ഏയ് അല്ല, അവൾ ഇതുവരെ നമ്മളോട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആ പിന്നെ നമ്മളാ കാര്യം മുമ്പ് പറഞ്ഞപ്പോൾ അവൾക്ക് അങ്ങനെയൊന്നും ഇല്ലാന്നല്ലേ പറഞ്ഞത്? അത് ശരിയാ, ബട്ട് ഇവരെല്ലാം ഇങ്ങനെയല്ലേ പറയുന്നേ. എന്തായാലും അവള് വരട്ടെ, അപ്പൊ അറിയാലോ എന്താ നടന്നേന്ന്. ആ ദേ അവള് വന്നു. ഹായ്. എന്താ? എന്താന്ന് നിനക്ക് അറിയില്ലേ? ഇല്ല, നിങ്ങള് കാര്യം പറ. നീ പൊട്ടി കളിക്കല്ലേ. ഗായു നിക്ക്, ഞാൻ പറയാം. നീയും അഭിയേട്ടനും തമ്മിൽ എന്താ? ഓ അതാണ് കാര്യം. എടാ ഞാനത് നിങ്ങളോട് പറയാൻ വരുമായിരുന്നു. ഓഹോ, അപ്പൊ കേട്ടതെല്ലാം ശരിയാ. എന്നിട്ട് നീ എന്താ ഞങ്ങളോട് പറഞ്ഞേ നിനക്ക് അങ്ങനൊന്നും ഇല്ലാന്ന്? ഡീ ഞാനൊന്ന് പറയട്ടെ, നീ ഒന്നും പറയണ്ട. നിനക്ക് ഞങ്ങളെ വിശ്വാസമില്ല, അതുകൊണ്ടാ നിനക്ക് അഭിയേട്ടനെ ഇഷ്ടമാണെന്ന് ഞങ്ങളോട് പറയാഞ്ഞെ. ഗായു നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല. അത് ശരിയാ, നീ ഞങ്ങള് വിചാരിച്ച പോലെയല്ല. നിനക്ക് അഭിയേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞങ്ങളായിരിക്കും ആദ്യം സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നിനക്കറിയാം. എന്നിട്ട് നീ എന്റെ ഗായു ഞാനൊന്ന് പറയട്ടെ. നീ ഇനി ഒന്നും പറയണ്ട. ഗായു അവളൊന്ന് പറയട്ടെ. ഇനി എന്ത് പറയാനാ? അത് പറഞ്ഞാലല്ലേ അറിയൂ. നീ കാര്യം പറ ദക്ഷ. ദക്ഷ, ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല താൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന്, അതും ഇത്ര പെട്ടെന്ന്. എനിക്ക് അഭിയേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ? അത് ഇവിടെ കുറെ ആളുകളല്ലേ, കുറച്ചങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. അഭിയേട്ടാ, ഞാനത് അക്സെപ്റ്റ് ചെയ്തത് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് റിജക്റ്റ് ചെയ്താൽ അത് ഏട്ടനൊരു ഇൻസൾട്ട് ആവല്ലേ? താനെന്താ പറഞ്ഞു വരുന്നേ? സോറി അഭിയേട്ടാ, ഞാൻ ഏട്ടനെ അങ്ങനൊന്നും കണ്ടിട്ടില്ല. അതിനർത്ഥം എനിക്ക് ഏട്ടനെ ഇഷ്ടമല്ലെന്നല്ല. ഞാൻ എൻ്റെ അപ്പേട്ടനെ പോലെ കണ്ടിട്ടുള്ളൂ. മറ്റൊരു രീതിയിൽ എനിക്ക് പറ്റില്ല. ദക്ഷ, താനിതെന്താ ഈ പറയുന്നേ? അഭിയേട്ടാ പ്ലീസ്. അതിനി മാറ്റാൻ പറ്റില്ലേ? എനിക്കൊരു ചാൻസ് തന്നോടെ? ഇല്ല അഭിയേട്ടാ, എനിക്കതിന് പറ്റില്ല. ഐ എം സോറി. എന്നെക്കാൾ നല്ലൊരു പെൺകുട്ടിയെ അഭിയേട്ടന് കിട്ടും. ഏട്ടൻ എന്നെ മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ്സ് ഓക്കെ, ഐ റെസ്പെക്ട് യുവർ ഡിസിഷൻ. അത്ര പെട്ടെന്നൊന്നും എനിക്ക് തന്നെ മറക്കാൻ പറ്റില്ല. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു മൂവ് ഓൺ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തനിക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ? അത് ഉണ്ടല്ലേ? ഈ സൈലൻസിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാം. അങ്ങനൊന്നുമില്ല. സാരമില്ലടോ, എനിക്ക് മനസ്സിലാകും. ഒത്തിരി വൈകിപ്പിക്കണ്ട, പെട്ടെന്ന് അയാളോട് തുറന്നു പറഞ്ഞു. തന്നെ ഉറപ്പായിട്ടും അയാൾ അക്സെപ്റ്റ് ചെയ്തു. ഹീസ് വെരി ലക്കി. തന്നെ പോലൊരു പെൺകുട്ടിയെ കിട്ടാൻ ഭാഗ്യം ചെയ്യണോടോ. ദക്ഷ, എനിക്ക് തന്നോടൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇതിന്റെ പേരിൽ നമുക്കിടയിലെ ഫ്രണ്ട്ഷിപ്പിനൊന്നും സംഭവിക്കരുത്. പഴയതുപോലെ തന്നെ താൻ എന്നോട് സംസാരിക്കണം, പ്ലീസ്. അഭിയേട്ടൻ എന്താ ഈ പറയുന്നേ? ഏട്ടൻ എന്നോട് ഒരിഷ്ടം തോന്നി, അത് തുറന്നു പറഞ്ഞു. അതിന്റെ പേരിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഞാൻ ഉപേക്ഷിക്കില്ല. നമ്മൾ ഇതുവരെ എങ്ങനായിരുന്നോ അതുപോലെ തന്നെയായിരിക്കും ഇനി മുന്നോട്ടും. മതി, ഇത് കേട്ടാ മതി. ഇപ്പൊ ശരിക്കും തലേന്നൊരു ഭാരം എടുത്തു വെച്ച ഫീലാ. താൻ എന്നെ റിജക്ട് ചെയ്യുമോ എന്നതിനേക്കാൾ എന്റെ പേടി താൻ ഇനി എന്നോട് പഴയതുപോലെ സംസാരിക്കുമോ എന്നതായിരുന്നു. ഇപ്പൊ പേടി പോയില്ലേ?
ഉം. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലേ? ഇല്ല. ഇതൊന്നും പറയാൻ ഇവള് സമ്മതിക്കണ്ടേ? അത് പിന്നെ പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോ. അത് വിട്. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ഇങ്ങനെ നിന്നാ മതിയോ? ക്ലാസ്സിൽ കയറണ്ടേ? വാ പോകാം. ഫസ്റ്റ് പീരീഡ് അമൽ സാറിന്റെയാ. ലേറ്റ് ആയാലും ഇനി അത് മതി. ഒന്നവിടെ നിന്നേ. എന്താ സെലൻ, നീയാള് കൊള്ളാലോ. പാട്ടിന്റെ പേര് പറഞ്ഞ് അഭിയേട്ടനെ കുപ്പിയിലാക്കി. നീ എന്ത് ചെയ്തിട്ടാണ് ഇത്ര പെട്ടെന്ന് അവനെ വളച്ചെടുത്തത്? അതിപ്പോൾ പറയാനുണ്ടോ? ഇവളായതുകൊണ്ട് എന്ത് തരം താഴ്ന്ന പണിയും ചെയ്യും. ശ്രേയ, നാക്കിന് ലൈസൻസ് ഇല്ലാന്ന് കരുതി എന്തു അങ്ങ് വിളിച്ചു പറയാന്ന് വിചാരിക്കരുത്. അവളെ പറഞ്ഞപ്പോ അവളുടെ വാലിന് സഹിച്ചില്ല. അതേടി, ഇവളെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കും. വേണേ രണ്ടെണ്ണം പൊട്ടിച്ചെന്നും വരും. ശ്രേയ, നീയും അഭിയേട്ടനും തമ്മിൽ എന്താന്നൊക്കെ ഞാൻ അറിഞ്ഞു. അതങ്ങ് ഒഴിവാക്കിയേക്ക്. വെറുതെ എന്തിനാ നമുക്കിടയിൽ ഒരു ശത്രുത? ഇനി നമ്മൾ തമ്മിൽ ഇങ്ങനൊരു കൂടിക്കാഴ്ച ഉണ്ടാവരുത്, മനസ്സിലായില്ലേ? ഈ നിമിഷം മുതൽ നീയും അഭിയേട്ടനും തമ്മിൽ ഒരു ബന്ധവും പാടില്ല. വാടി. ഒന്നവിടെ നിന്നേ. അങ്ങനങ്ങ് പോയാലോ? മോൾക്ക് ബാക്കി കേൾക്കണ്ടേ? ഇതുവരെ എന്റെ മനസ്സിൽ അഭിയേട്ടനോടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഈ കാര്യം അങ്ങ് സീരിയസ് ആയിട്ട് എടുക്കാൻ പോവാ. മോള് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യാം. എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ഞാനും ചെയ്യാം. വരട്ടെ? വാഗായു. എടാ, അവളിപ്പോ റിജക്ട് ചെയ്തോ? നമുക്ക് വേണം ഒന്നോട് സംസാരിച്ചു നോക്കാം. വേണ്ട. എടാ, ചിലപ്പോ പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടത് കൊണ്ടാവും അവളെ റിജക്ട് ചെയ്തത്. ഞാൻ സംസാരിക്കാം അവളോട്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത്രയ്ക്കൊക്കെ ഉള്ളല്ലേ? പറച്ചില് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അസ്ഥിക്ക് പിടിച്ച പ്രേമമാണെന്ന്. ഇതിപ്പോ പറഞ്ഞ ഞങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടി. രാഹുലെ, ഞാൻ സീരിയസ് തന്നെയാ. ഇപ്പോഴും എനിക്ക് അവളെ ഇഷ്ടമാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്താ? എടാ, അവൾക്ക് വേറെ ആരും ഇഷ്ടമാ എന്നവള് പറഞ്ഞോ? ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല. ബട്ട് അവൾ അതിനെ എതിർത്തും പറഞ്ഞില്ല. പിന്നെ ആർക്കായാലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിപ്പോ ആരാ? എനിക്കറിയില്ല. നീ ചോദിച്ചില്ലേ? ഇല്ല. അതെന്താ? അവൾക്കത് പറയാൻ താല്പര്യമില്ല. പിന്നെ അവളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ ഞാൻ അവളുടെ ആരും അല്ലല്ലോ. നീ എന്ത് ചെയ്താലും ഇത്ര സിമ്പിൾ ആയിട്ട് പറയുന്നേ? എനിക്ക് അവളെ ഇഷ്ടമാ. പക്ഷെ അതിന്റെ പേരിൽ എനിക്ക് അവളെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അവളെടുത്ത ഈ തീരുമാനത്തെ ഞാൻ എതിർത്താൽ പിന്നെ എനിക്ക് അവളെ ഇഷ്ടമാണെന്നുള്ളതിൽ എന്തർത്ഥമാ ഉള്ളത്? ഇപ്പൊ ഞങ്ങൾക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്കിലും ഉണ്ട്. അത് കൂടി കളയാൻ എനിക്ക് പറ്റില്ല. ഐ ഹോപ്പ് എന്നെങ്കിലും അവൾ എന്നെ മനസ്സിലാക്കും. ഇല്ലെങ്കിൽ എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് ഞാൻ കരുതും. അവൾ എവിടെയാണെങ്കിലും ആരുടെ കൂടെയാണെങ്കിലും സന്തോഷമായിട്ടിരിക്കണം. എനിക്കത് മതി.
ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. എടാ, തനിക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ? ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? അഭിയേട്ടൻ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാ ആ കണ്ണുകൾ എൻ്റെ മനസ്സിൽ വന്നത്? ഞാൻ എന്താ എതിർത്തൊന്നും പറയാതിരുന്നത്? ആരാ അയാള്? ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. പക്ഷെ ആ കണ്ണുകളോട് എനിക്ക് നല്ല പരിചയം തോന്നുന്നു. ഇനി ചിലപ്പം അപ്പോട്ടം പറഞ്ഞതുപോലെ എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവാം. അതിങ്ങനെ മനസ്സിൽ നിന്ന് മായാതെ കിടക്കുന്നത്. Good morning, sir. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളോടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുവാനുണ്ട്. നെക്സ്റ്റ് മന്ത് ആണ് നമ്മൾ ഈ വർഷത്തെ സ്റ്റഡി ടൂർ പോകുന്നത്. ആൻഡ് അതിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം നോട്ട് ചെയ്യണം. വെറുതെ എന്റർടൈൻമെന്റിന് മാത്രമല്ല, പഠിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഈ ടൂർ. നമ്മൾ പോകുന്നത് അഗസ്ത്യകൂടത്തിലാണ്. എന്തോ അസ്ഥികൂടോ? അസ്ഥികൂടം അല്ലടി, അഗസ്ത്യകൂടം. ഇതൊരു കേരള കർണാടക ബോർഡറാണ്. ഹിസ്റ്റോറിക്കലിയും ജോഗ്രഫിയിലും നല്ല ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ്. ആൻഡ് ഇറ്റ് ഓൾസോ നേച്ചർ ഫ്രണ്ട്ലി. അതുകൊണ്ട് കാണാൻ ഒരുപാടുണ്ട്. ആ പ്ലേസ് ഓൾമോസ്റ്റ് ഫോറസ്റ്റ് ആണ്. സോ അവിടുത്തെ കൂടുതൽ സ്ഥലവും ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്. ടൂർ 2 വീക്സ് ആണ്. ആൻഡ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഒരു പഴയ കൊട്ടാരമുണ്ട്, തിരുവമ്പാടി കൊട്ടാരം. തിരുവമ്പാടി കൊട്ടാരം? ഏകദേശം 1000 വർഷം പഴക്കമുണ്ട് ആ കൊട്ടാരത്തിന്. നിങ്ങൾ ഹിസ്റ്ററി സ്റ്റുഡൻസ് ആയതുകൊണ്ട് ടൂർ കഴിയുമ്പോൾ ആ കൊട്ടാരത്തെ കുറിച്ചൊരു പ്രൊജക്ട് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൂടെ 3rd ഇയർ ഹിസ്റ്ററി സ്റ്റുഡൻസും കാണും കേട്ടോ. സോ ട്രിപ്പിൽ ഒരു സീനിയർ ജൂനിയർ ഫൈറ്റോ ക്ലാഷോ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ അവർക്കെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നതായിരിക്കും. ബേസിക് ഇൻസ്ട്രക്ഷൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വിവരങ്ങളെല്ലാം ചേർത്ത് ഞാൻ ക്ലാസ് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും അത് നിർബന്ധമായും വായിച്ച് ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഓക്കെ ദെൻ, എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ സാറിന് വേറെ പണിയൊന്നുമില്ലേ? ആകോട് കിട്ടുന്ന ഒരു ടൂറാ, അപ്പോഴും പഠിത്തം മാത്രം. അത് സാരമില്ല, നമുക്ക് എൻജോയ് ചെയ്ത് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. അത് ശരിയാ. അഗസ്ത്യകൂടം നല്ല സ്ഥലവാ. പണ്ട് ഞാൻ പാരീസിലൊപ്പം പോയിട്ടുണ്ട്. ഫുൾ ഫോറസ്റ്റും ഹിൽസും തണുത്ത ക്ലൈമറ്റും ഒക്കെയാ. ആൾക്കാർ കൂടുതലും ട്രക്കിങ്ങിനാണ് അവിടെ പോകാറ്. നീ പോയിട്ടുണ്ടോ? എവിടേക്കാ പോയേ? അവിടെ കുറെ സ്ഥലത്ത് പോയി. എല്ലാം ഒന്നും ഓർമ്മയില്ല, ചെറുപ്പത്തിലല്ലേ പോയത്. അപ്പൊ ഈ തിരുവമ്പാടി കൊട്ടാരോ? അതെങ്ങനെയാ? 1000 വർഷമൊക്കെ പഴക്കമുള്ളതല്ലേ? ഇല്ല, ഞങ്ങൾ അവിടെ പോയില്ല. അതിൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. മാത്രമല്ല അതൊരു ടൂറിസ്റ്റ് പ്ലേസും അല്ല. അതിലെ മുക്കാലും പൊട്ടിപ്പൊളിഞ്ഞു പോയതാ. നമ്മളെ പോലെ പഠിക്കാൻ ചെല്ലുന്നവർക്കൊക്കെ, അതായത് ടീച്ചേഴ്സൊക്കെ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് മാത്രമേ അവിടെ കയറ്റത്തുള്ളൂ. കാരണം അത് ഓൾറെഡി കുറെ നശിച്ചു. ടൂറിസം ഒക്കെ ആയ ബാക്കി കൂടി നശിക്കും. അപ്പം ആ കൊട്ടാരത്തിന്റെ തലമുറയിലുള്ള ആളുകളോ? അത് എനിക്ക് കൃത്യമായി അറിയില്ല. എന്തോ കാരണം കൊണ്ട് രാജഭരണം പകുതിക്ക് വെച്ച് നിന്നുപോയി. അവകാശികളാരും പിന്നെ അത് ചോദിച്ചു വന്നിട്ടില്ല. പിന്നെ കുറെ കൊള്ളക്കാർ വന്നു, കൊട്ടാരത്തിൽ നിന്ന് കൊള്ളയടിച്ചു.
അതിനുശേഷം ബ്രിട്ടീഷ് ഭരണം വന്നു. അവർക്ക് മൊത്തത്തിൽ നശിപ്പിച്ചു, കൊള്ളയടിച്ചു. അങ്ങനെ സ്വത്തുക്കൾ മൊത്തം പോയി. പിന്നെയുള്ള ചെറിയൊരു ഭാഗം അതിങ്ങനെ ഗവൺമെന്റ് സംരക്ഷിച്ചു വരുന്നു. അതെന്താ രാജഭരണം നിന്നുപോയേ? ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അതിന്റെ ഹിസ്റ്ററി കിട്ടില്ലേ? ഇല്ല, ആ കൊട്ടാരത്തെ കുറിച്ച് വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് മാത്രമേ ഇന്റർനെറ്റിൽ പോലുമുള്ളൂ. മൊത്തത്തിൽ ഫുൾ ഒരു മിസ്റ്ററിയാണ്. അതിന്റെ ഹിസ്റ്ററി ഒക്കെ നശിക്കപ്പെട്ടു. ആർക്കും അധികം അതിനെ കുറിച്ച് അറിയില്ല. ഈ ഹിസ്റ്ററി വിത്ത് മിസ്റ്ററി എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ. നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അത് ഈ കൊട്ടാരത്തെ കുറിച്ച് കേട്ടപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അതുകൊണ്ട് കുത്തിയിരുന്ന് സെർച്ച് ചെയ്തു. പിന്നെ ഇതിനെ കുറിച്ചൊക്കെ അറിയാൻ നല്ല ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണല്ലോ വീട്ടിൽ നിന്ന് ലോ പഠിക്കാൻ നല്ല പ്രശ്നം ഉണ്ടായിട്ടും ഞാൻ വാശി പിടിച്ച് ഹിസ്റ്ററി തന്നെ ചൂസ് ചെയ്തത്. അതെന്തായാലും നന്നായി. നമ്മുടെ കൂട്ടത്തിൽ ഒരു പഠിപ്പുള്ളത് കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറിയാലോ. എന്തായാലും ഇത് പ്രൊജക്ടിന് യൂസ്ഫുൾ ആകും. അങ്ങനെയെങ്കിലും എന്റെ വില ഒന്ന് മനസ്സിലാക്കുക. അല്ല, സീനിയേഴ്സും വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ? അബിയേട്ടന്റെ ഹിസ്റ്ററി ആണല്ലോ, അപ്പൊ അവരും കാണില്ലേ? ആ, അത് പറഞ്ഞപ്പോഴാ നീ സേനോട് എന്തിനാ അബിയേട്ടന്റെ കാര്യം സീരിയസ് ആയിട്ട് എടുക്കാൻ പോവാന്ന് പറഞ്ഞേ? പിന്നെ അവളങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ നോക്കി നിൽക്കണമായിരുന്നോ? ഞാനിത് സീരിയസ് ആയിട്ട് പറഞ്ഞൊന്നുമല്ല, അവളെ ഒന്ന് ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയാ. അതെന്തായാലും നന്നായി. അവൾക്ക് അല്ലെങ്കിൽ വെച്ചൊരു അഹങ്കാരം കൂടുതലാ. ഇനി ഇതിന്റെ പേര് വേറെ പണി വരാതെ നോക്കിയോ? വന്നാലും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം. എന്നാ നിനക്ക് കൊള്ളാം. ആ, ഞാൻ റെഡിയായി. അവളെന്തേ? റൂമിലുണ്ട്. സുന്ദരിയുടെ ഒഴുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ റെഡിയായില്ലേ? 8 മണിക്ക് കോളേജ് എടുത്തണമെന്ന് പറഞ്ഞതാ. ഇപ്പൊ സമയം 7:45. ഇനി എന്തിനു പോകുന്നതാ? എന്നോടൊന്നും പറയണ്ട. നിന്റെ പുനാര അനിയത്തിയ. നീ ഒറ്റ ഒരുത്തൻ അവളെ കൊഞ്ചി ചിത്ര വഷളാക്കിയത്. ഞാൻ അത്രയ്ക്കൊന്നും കൊഞ്ചിക്കാറില്ല. പിന്നെ അവളെ വഴക്ക് പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അമ്മയ്ക്ക് അറിയാലോ, കാര്യം അനിയത്തിയാണെങ്കിലും അവൾ എനിക്കെന്റെ മോളെ പോലെയാ. ഞാനെന്നല്ല, വേറെ ആര് കാരണവും അവളുടെ കണ്ണെന്ന് നിറയുന്നതോ മുഖം വാടുന്നതോ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. ഞാനൊന്നും പറയുന്നില്ല. എന്തുണ്ടെങ്കിലും അവസാനം ഏട്ടനും അനിയത്തി ഒറ്റക്കെട്ടാണല്ലോ. നമ്മൾ പുറത്ത്. നീ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും സപ്പോർട്ട് ചെയ്ത് എടുത്താ പൊങ്ങാത്ത കുഴുത്തക്കേടാ നിന്റെ മോളുടെ കയ്യിൽ ഇരിക്കുന്നത്. അവള് കുഞ്ഞല്ലേ അമ്മേ? കുഞ്ഞിനോട് വേഗം വരാൻ പറ, അല്ല പോക്ക് നടക്കത്തില്ല. അയ്യോ, പറഞ്ഞോളൂ, സമയം പോയി. നീ വേഗം വരുന്നുണ്ടോ? ഇപ്പോഴേ ലേറ്റ് ആയി. മേക്കപ്പ് ഇടുന്നത് മതി. ഇനി ലേറ്റ് ആയാലും അവർ നിന്നെ ഇട്ടേച്ചു പോകും. അവിടെ നിന്റെ കല്യാണം ഒന്നുമല്ല നടക്കുന്നത്. നീ വീട് വിട്ടു പോവാണോ? ഇതൊക്കെ എനിക്ക് ഇടാനുള്ള ഡ്രസ്സാ. എന്തിനാ ഇത്രയും ഡ്രസ്? അത് അവിടെ ചെല്ലുമ്പോ മാറാനൊരു ഡ്രസ്സ്, മ്യൂസിയത്തിൽ പോകാനൊരു ഡ്രസ്സ്, ഫുഡ് കഴിക്കാൻ പോകാനൊരു ഡ്രസ്സ്, പാർക്കിൽ പോകാനൊരു ഡ്രസ്സ്, ഈവനിങ് ക്യാമ്പ് ഫയറിന് പോകാനൊരു ഡ്രസ്സ്, പിന്നെ എക്സ്ട്രാ അത്യാവശ്യത്തിന് 2 ഡ്രസ്സ്, പിന്നെ ബെഡ്ഷീറ്റ്, പതിപ്പ്, എന്റെ കോസ്മെറ്റിക്സ്, ഷാമ്പു, സോപ്പ്, ചീപ്പ്, ബ്രഷ്, ഹെഡ്സെറ്റ്, ഫോണ്, ചാർജർ, ഇത്രേ ഉള്ളൂ. എന്നാ പിന്നെ കട്ടിലും ഗ്യാസ് കൂറ്റി അടുപ്പും കൂടെ എടുക്കത്തില്ലായിരുന്നോ? ഓ, ഫ്രഷ്. ഇപ്പൊ ചന്ത കൊണ്ട് വെച്ചാ പെട്ടെന്ന് വിറ്റുപോകും. എന്തായാലും നിന്റെ അത്ര ചീഞ്ഞതല്ല. ഓ, താങ്കളുടെ തമാശ കഴിഞ്ഞിരുന്നുവെങ്കിൽ നോമിന് പോകാമായിരുന്നു. ശരി, അമ്മയോട് പറഞ്ഞിട്ട് വാ. രേണുസേ, പോയിട്ട് വരാവേ. സൂക്ഷിച്ചൊക്കെ പോ. വഴിന്ന് കിട്ടുന്ന അതും ഇതും വാങ്ങിച്ച് കഴിച്ച് വയറ് ചീത്തയാക്കരുത്. നിനക്ക് അത്യാവശ്യത്തിന് വിശക്കുമ്പോൾ കഴിക്കാനുള്ളതെല്ലാം ഞാൻ ബാഗ് വെച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് കഴിച്ചേക്കല്ല, അർപ്പിതിനും ഗായനും കൂടെ കൊടുത്തേക്കണം. അവർക്കൂടെ ഉള്ളതാ ഞാൻ വെച്ചേക്കുന്നത്. അതമ്മ പറഞ്ഞില്ലെങ്കിലും അവർക്കുള്ളതാ മൊത്തം. ശരി, സൂക്ഷിച്ചു പോയിട്ട് വാ.
സ്റ്റുഡൻസ്, നമുക്ക് പോകാനുള്ള ടൈമായി. ആരെങ്കിലും ഇനി വരാനുണ്ടോ? എടാ ദക്ഷ ഇതുവരെ വന്നില്ലല്ലോ. ഇവിടെ ഇന്ന് ലേറ്റ് ആണോ? സാർ, ദക്ഷ വന്നില്ല. ആ കുട്ടി വരുന്നുണ്ടോ? ആരേലും ഒന്ന് വിളിച്ചു നോക്കിയേ. ഞാൻ വിളിക്കാം. ആ ദേ അവള് വന്നു. ഇവിടെ വീട്ടിൽ നിന്ന് ഇറക്കി കേട്ടോ. പെട്ടി കുറെ ഉണ്ടല്ലോ. ചിലപ്പോ മടുത്തിട്ട് അപ്പേട്ടനും രേണുവും കൂടി ചവിട്ടി പുറത്താക്കി കാണും. നമ്മളെ പോലെ സഹിക്കാനുള്ള ക്ഷമയൊന്നും അവർക്കില്ലല്ലോ. ശരിയാ, എല്ലാ കഴിവും ദൈവം ഒരാൾക്ക് ഒരുമിച്ച് കൊടുക്കത്തില്ലല്ലോ. ഇന്നെങ്കിലും നിനക്കൊന്ന് നേരത്തെ വന്നുകൂടായിരുന്നോ? നമ്മൾ അങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ല കായു. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും അത് നിവരത്തില്ലല്ലോ. ഞാൻ അത്ര ലേറ്റ് ആയിട്ടൊന്നുമില്ല, ഷാർപ്പ് ടൈമിലാ വന്നേ. നിന്നോട് പറഞ്ഞു ജയിക്കാൻ ഞങ്ങളില്ല. വാടാ. കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ. കാണാക്കുയിലേ കാണാക്കുയിലേ നീ നോവും നേരം ചിരിയാ എന്നെ തേടൂ. എന്താ നോക്കുന്നേ? ഒന്നുമില്ല. പാട്ട് കേൾക്കുന്നോ?
മിത്ര! നിന്റെ വംശത്തെ തന്നെ എന്നേക്കുമായി ഞാൻ ഇല്ലാതാക്കും. എന്താ എന്താ? ദച്ചു, നീ ഓക്കെ അല്ലേ? സ്വപ്നം വല്ലതും കണ്ടതാണോ? ആണെന്നാ തോന്നുന്നേ. എന്നാ പതിയൊക്കെ കാറുണ്ടേ. ഞാനങ്ങ് പേടിച്ചു പോയി. ശരിയാ, ഇവൾക്ക് വല്ല ഹാർട്ട് അറ്റാക്കും വന്ന് ചത്തുപോയാൽ എന്റെ ക്യാൻറ്റീനിലെ മന്തിയുടെ കാശ് ആര് കൊടുക്കും? ഓ, കൊടുങ്കാറ്റിൽ ആന പറ നിൽക്കുമ്പോഴേ അവന്റെ ഒരു മന്തിക്കാര്യം. എന്നെ ഊറ്റി നിനക്ക് മതിയായില്ലല്ലേ? പിഴിഞ്ഞിപ്പോ എന്റെ പേഴ്സ് കാലിയാകാറായി. എന്ത് ചെയ്യാനാ കായു? പറയാതിരിക്കാൻ വയ്യ. നിന്റെ കാശിന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാ. നിന്നോടൊന്നുമേ പറഞ്ഞിട്ട് കാര്യമില്ല. ദച്ചു, നീ കരഞ്ഞോ? കരയാനോ? ഇല്ല. പിന്നെന്താ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നേ? എവിടെ? അല്ല, എങ്ങനെ പേടിക്കാൻ മാത്രം എന്ത് സ്വപ്ന നീ കണ്ടേ? അത് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. മൊത്തം ബ്ലറായിരുന്നു. ഒരു കൊട്ടാരം, പിന്നെ കുറച്ച് ആളുകളെയൊക്കെ കണ്ടു. ബട്ട് ഫേസ് ക്ലിയർ അല്ലായിരുന്നു. പിന്നെ ആർക്കും എന്തോ സംഭവിച്ചു. എന്താ പറ്റിയേ? അതറിയില്ല. സ്വപ്നമല്ലേ, മറന്നുപോയി. ആ, പിന്നെ നീ ആരുടെയോ പേര് പറഞ്ഞല്ലോ. എന്തായാലും അഭിയെന്നെന്തോ. ഈ അഭിയേട്ടനാണോ? ഏയ്, അഭിയല്ല, ആദി എന്നാ പറഞ്ഞു. ആരാടി ആദി? ആദിയോ? അതാരാ? എനിക്കറിയത്തില്ല. ഞാനങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. എന്റെ ഈ ചെവി പൊട്ടി പോന്ന പോലെ പറഞ്ഞേ. സത്യം പറഞ്ഞോ? ആരാദി? ഇനി നിന്റെ സീക്രട്ട് ബോയ് ഫ്രണ്ട് പോലാണോ? പിന്നെ ഞാൻ അറിയാത്ത എങ്ങനെ എനിക്ക് സീക്രട്ട് ബോയ് ഫ്രണ്ട് ഉണ്ടാവുന്നേ? ഞാനും അത് ശ്രദ്ധിച്ചു. അല്ലെങ്കിൽ അഭിയേട്ടനെ ഒക്കെ ആരെങ്കിലും റിജക്ട് ചെയ്യുമോ? പുള്ളിയോടൊന്ന് സംസാരിക്കാൻ കോളേജ് പെമ്പിള്ളാര് ക്യൂവാ. ഞാൻ അതുകൊണ്ടൊന്നും അല്ല അഭിയേട്ടനെ റിജക്ട് ചെയ്തേ. ഞാൻ ആദ്യം തൊട്ടേ എന്റെ അപ്പുവേട്ടനെ പോലെ അഭിയേട്ടനെ കണ്ടിട്ടുള്ളൂ. പിന്നെ എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാതിരിക്കുവോ? ചിലപ്പോ നീ ഞങ്ങളുടെ അടുത്തൊന്ന് മറച്ചു വെക്കുന്നതാണെങ്കിലോ? ദേ, നീ ഒന്ന് പോയേ. അതാരാന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ നീ എന്തിനാ പേര് പറഞ്ഞേ? എനിക്കറിയില്ല. ചിലപ്പോ സ്വപ്നത്തിൽ ആരേലും ആയിരിക്കും. ആ, ചിലപ്പോ ഇവളുടെ സ്വപ്നത്തിലെ ബോയ് ഫ്രണ്ട് ആയിരിക്കും. ദേ, മടലെടുത്തടിക്കും ഞാൻ. മടലോ? ഞാൻ വെറുതെ പറഞ്ഞതാ. തമാശ എടുക്കണ്ടേ? മോൾ ആദ്യേട്ടനെയോ അഭിയേട്ടനെയോ ആരെ വെള്ളം വിളിച്ചോ? ഞാൻ അങ്ങോട്ട് ഗായു നീ ഇപ്പുറത്തിരിക്കുവോ? ഇതൊന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞതുപോലെ ചെയ്യും. എനിക്ക് എന്റെ തലയാവരുത്. സ്റ്റുഡൻസ്, നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ എത്താറായി. എല്ലാവരും അവരവർക്ക് തന്നിരിക്കുന്ന റൂമിൽ പോയി ഫ്രഷ് ആവണം. നമ്മൾ ഇവിടുന്ന് നേരെ തിരുവമ്പാടി കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. ഇത്ര പെട്ടെന്നെത്തിയോ? ദച്ചു, നമ്മൾ ഒരു റൂമിലാണേ. സ്റ്റുഡൻസ്, നമ്മൾ തിരുവമ്പാടി കൊട്ടാരത്തിൽ എത്തിയിരിക്കുന്നു. എല്ലാവരും ബുക്കും പെന്നും എടുത്തോളൂ. പിന്നെ എല്ലാവരും നിശബ്ദരായി വരണം. ഒച്ച വെച്ച് അലമുണ്ടാക്കിയാൽ ഞാൻ എക്സ്ട്രാ വർക്ക് പണിഷ്മെന്റ് ആയിട്ട് തരും.
തിരുവമ്പാടി കൊട്ടാരം. ഇത് ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ കൊട്ടാരമല്ലേ? ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇവിടെ വരുന്നേ. പിന്നെ ഇത്ര കൃത്യമായിട്ട് ഈ കൊട്ടാരം എങ്ങനെ എൻ്റെ സ്വപ്നത്തിൽ വന്നു? മാത്രമല്ല ഞാനിവിടെ മുന്നേ വന്നിട്ടുള്ളത് പോലെ എനിക്ക് തോന്നുന്നേ. ഈ കൊട്ടാരത്തിനും ഞാൻ സ്വപ്നത്തിൽ കാണുന്ന കണ്ണുകൾക്കും തമ്മിൽ എന്താ ബന്ധം?